ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയിട്ട് പൊള്ളിച്ചടുകിയ സകല സത്യങ്ങളും നമ്മുടെ ബിരാനിക്ക തുറന്ന് പറയുകയാണ്. അപ്പോൾ ബിരാനിക്കയുടെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് കലി വന്നിട്ട് രവി ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങനെ ഈ കുടുംബത്തോട് ചതി ചെയ്യാനായിട്ട് തോന്നി? നിങ്ങളോട് ഞങ്ങൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബിരാൻ പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാനായിട്ട് ചെയ്തതല്ല, എൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു മോഹം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇവളുടെ കയ്യിൽ നിന്നും ഒരു പാരിതോഷികവും ഞാൻ മേടിച്ചിട്ടില്ല. ഇവൾ എനിക്ക് ഒന്നും തന്നിട്ടുമില്ല. പൈസക്ക് വേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്തത് എന്ന് രവിയുടെ മുന്നിൽ പറയാണ്. ഇവൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഈ ഇളയച്ചനായിട്ട് അഭിനയിക്കുന്നത് സിനിമയിലാണ്, ആരും അറിയാതെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇവൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിൽ ഞാനാണെങ്കിൽ സിനിമ എന്ന ഭ്രാന്തിൽ അതിനെല്ലാത്തിലും ഞാൻ വീണു പോവുകയും ചെയ്തു. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നീട് എനിക്ക് മനസ്സിലായത് ഇവളെന്നെ കൊണ്ട് ഒരു നാടകം കളിപ്പിക്കുകയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എന്നെ സഹായിക്കണം, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകും എന്നൊക്കെ എന്നെ കാല് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു പെണ്ണല്ലേ, അവളുടെ ജീവിതം ഞാനായിട്ട് എന്തിനാ തകർക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളെല്ലാ കളിക്കും ഞാൻ കൂട്ടു നിൽക്കുകയായിരുന്നു, അല്ലാതെ നിങ്ങളോട് ഞാനൊരു ചതിയും ചെയ്തിട്ടില്ല എന്ന് പറയാം. പല പ്രാവശ്യം ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു, എപ്പോഴെങ്കിലും ഈ കള്ളത്തരങ്ങൾ പൊളിയും, അതുകൊണ്ട് സത്യാവസ്ഥ മുഴുവനും തുറന്ന് പറഞ്ഞേക്കാൻ ഞാനുള്ള പറഞ്ഞെങ്കിലും പക്ഷേ ഇതൊന്നും ശ്രുതി കേൾക്കാനായിട്ട് തയ്യാറായില്ല എന്നും ഞാൻ രവിയോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട രവിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുക. പക്ഷേ കാലിമൂത്ര ഒരാളെ നിൽക്കുന്നുണ്ട്, അത് നമ്മുടെ ചന്ദ്രയായിരുന്നു. ചന്ദ്രയ്ക്ക് എപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാവുന്നതെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ രവിയുടെ കാല് പിടിച്ച് പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, ഞാനൊരു പാവമാണ്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ഇതുവരെയും ചെയ്തിട്ടില്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ട് പോലുമില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു മോഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ രവിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. അപ്പോൾ രവിക്കും ബീരാനോട് ഭയങ്കര ഒരു സങ്കടം തോന്നി. ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് എണീക്കെന്നും പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തുകയാണ്. അതിനുശേഷം ബീരാൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രുതി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇങ്ങനെ കള്ളക്കളികളെല്ലാം കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് പിടി വീഴുമെന്ന്. അങ്ങനെ പിടി വീണ് കഴിഞ്ഞാൽ രക്ഷയില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ, എന്നിട്ട് പോലും അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. പക്ഷേ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ പറയാം, ഇവളുടെ ജീവിതത്തിൽ എന്തോ ഇവൾ ഒളിച്ചു വെക്കുന്നുണ്ട്, ഇവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഇവൾ ഇങ്ങനെ കിടന്ന് എല്ലാവരുടെ മുന്നിൽ കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്. ഇനിയും ശ്രുതി, നിന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല, അനുഭവിക്കേണ്ടത് നീ സ്വയം ഒറ്റയ്ക്ക് അനുഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ബീരാൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ കരഞ്ഞും വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുക. എന്ത് പറയണമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അങ്ങനെ ബീരാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എല്ലാം അവസാനിച്ചെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആരോടൊന്നും പറയാതെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവുക. ആ സമയത്ത് നമ്മുടെ സച്ചി പിടിച്ച് നിൽക്കവിടെ ശ്രുതി, നീ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവരുടെയും വിഡ്ഢിവേഷം കിട്ടിച്ചിട്ട് നീ പോവുകയാണോ? നീ മലേഷ്യയിൽ നിന്ന് ഇളയച്ചനെ കൊണ്ടുവന്നെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ നീ അവതരിപ്പിച്ചു, അതും ഒരു വെട്ടുകാരനെ, ഇറച്ചി വെട്ടുകാരനെ കൊണ്ടുവന്നിട്ട് ഇതാണ് എൻ്റെ ഇളയച്ചൻ, പണക്കാരനായ മലേഷ്യക്കാരൻ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ഒരുപാട് നാടകം കളിച്ച്, എന്നിട്ട് ഒരു മറുപടി പോലും പറയാതെ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കണം. അപ്പം രേവതി നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. ശ്രുതി, എങ്ങനെ നിനക്ക് തോന്നി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നാടകം കളിക്കാൻ, ഈ കുടുംബത്തോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ശ്രുതി ഇവരുടെ വാക്കൊന്നും കേൾക്കാതെ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേക്കും ദാ വരുന്ന രവി, നിൽക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ രവിയുടെ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പേടിച്ച് നിൽക്കുകയാണ്. നീ എങ്ങോട്ടാണ് കയറി പോകുന്നത്? നിൻ്റെ റൂമിലേക്കോ? ഞങ്ങളെല്ലാവരെയും വിഡ്ഢിവേഷം കെട്ടിച്ചിട്ട് നീ ഞങ്ങളെല്ലാവരെയും പറ്റിച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നീ പോവാണോ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. നിന്നെ ഇനി ഞാൻ വാഴിക്കൂലടി. നിന്നെ ഞാൻ പല പ്രാവശ്യം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പം ഞങ്ങളെ നീ വിഡ്ഢിവേഷം കെട്ടിച്ചിരിക്കുകയാണല്ലേ? എങ്ങനെ ഞങ്ങളോട് ഈ കള്ളത്തരങ്ങളെല്ലാം പറയാനായിട്ട് തോന്നി? അതിന് മാത്രം എന്ത് തെറ്റാണ് നിന്നോട് ഞങ്ങൾ ചെയ്തത്?
ചന്ദ്ര പല പ്രാവശ്യം നിന്നോട് നല്ല രീതിയിൽ തന്നെയല്ലേ പെരുമാറിയിട്ടുള്ളത്. നിന്നെ പുകഴ്ത്തി പുകഴ്ത്തി മാത്രമല്ലേ ചന്ദ്ര ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും നീ ഞങ്ങളെ വിഡ്ഢിവേഷം കെട്ടിച്ചു. എന്തിനായിരുന്നു ഇത്? സത്യം പറയടി. ഓരോ ദിവസം കഴിയും തോറും കള്ളത്തരങ്ങളുടെ കൂമ്പാരമാണ് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവനും. ഒരു ദിവസം ഇളയച്ചൻ ഇങ്ങോട്ട് വരുന്നു, എന്നിട്ട് മലേഷ്യക്കാരനാണെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ നീ ആ നീലിമയെ കണ്ടെത്തി നീലിമയുടെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് അതിനുശേഷം ആ ഷോറൂമെല്ലാം അവൾ മേടിച്ചു. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞ എന്താണ്? സ്വന്തം അച്ഛൻ മലേഷ്യയിൽ നിന്ന് പണം അഴച്ചതെന്ന്, അതുകൊണ്ട് മേടിച്ചതെന്ന്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും രീതിയിൽ നീ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ശ്രുതി? അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ അങ്കളെ അത് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുക. നീ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട. നീ പറയുന്നത് മുഴുവനും പച്ച കള്ളമാണെന്ന് ഞങ്ങൾക്ക് ഈ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കി. എവിടെയോ കിടന്നേച്ച ഒരാളെ വിളിച്ചുകൊണ്ട് വരുത്തിയിട്ട് ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കാൻ നിനക്ക് തോന്നിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രവിയിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് ശ്രുതിയെ. ശ്രുതിയാണെങ്കിൽ കിടന്ന് വെന്തുരുകാണ്. നീ ഇനി ഞങ്ങളോട് സമാധാനം പറഞ്ഞിട്ട് പോയോ? നീ വീട്ടിലേക്ക് കയറണ്ട, നീ ഇങ്ങോട്ട് ഇറങ്ങിക്കണ്ടേ എന്ന് പറയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അങ്കിള് ഞാൻ പറയുന്നൊന്നും കേൾക്ക് അങ്കിൾ എന്നോട് ക്ഷമിക്കണം അങ്കിൾ. ഇനി ക്ഷമിക്കുന്ന മട്ടില്ല, ഇനി നിന്നോട് ക്ഷമിക്കില്ല. ആ സച്ചിയും രേവതിയും നിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നീ വീണ്ടും ഞങ്ങളെ വിഡ്ഢികളാക്കുമായിരുന്നില്ലേ? അപ്പോഴേക്കും രവി ആണെങ്കിൽ സുധീൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, പറയടാ നീയും കൂടി അറിഞ്ഞിട്ടാണോ അവൾ ഈ കളി കളിച്ചത്? പറയടാ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങളെ വിഡ്ഢിവേഷം കെട്ടിച്ചതെന്ന് പറയടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധി ഇരുന്ന് പൊട്ടിക്കരയണം. അച്ഛ എനിക്കറിയില്ല അച്ഛ, എനിക്കൊന്നും അറിയില്ല അച്ഛ. ഞാൻ സുധിയെ അത്രമാത്രം സ്നേഹിച്ചു, അവൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു. അവൾ എന്നെയും ചതിക്കുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അച്ഛ. ഇവൾ ഇത്രയും വലിയൊരു കൊടും ചതിയാണ് എന്നോട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് അച്ഛൻ മനസ്സിലായത്. ഇതിൽ ഞാൻ നിരപരാധിയാണ് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയാണെങ്കിൽ രവിയെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. സുധിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ കണ്ടോടി എൻ്റെ മോൻ കരയുന്നത് കണ്ടോ? അവൻ ഇങ്ങനെ എപ്പോഴെങ്കിലും കരഞ്ഞ് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ അങ്ങനെ കരയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. നിന്നെ അത്രമാത്രം അവൻ സ്നേഹിച്ചിരുന്നു, നിന്നെ വിശ്വസിച്ചിരുന്നു. നീ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അവൻ തലകുലിക്കാണ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചിട്ടുള്ളത്. നീ പറയുന്നതിനപ്പുറം അവൻ ഇതുവരെയും പോയിട്ടുണ്ടോ? എന്നിട്ട് പോലും നീ അവനോട് ചെയ്തത് വലിയൊരു ചതി തന്നെയല്ലേ? എൻ്റെ മോൻ്റെ കണ്ണീര് കണ്ടിട്ട് ഞാൻ സഹിച്ചു നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര സുധി കരയുന്നത് ഇങ്ങനെ കാണുക. ചന്ദ്രയ്ക്ക് കാലി വരികയാണ്. അപ്പോൾ ഇവിടെ അവിടെ കിടന്ന് ഈ ശ്രുതി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം അങ്കിളെ, ഞാൻ പറയുന്നൊന്നും കേൾക്ക് വേണ്ട എന്നവിടെ ചന്ദ്ര പറയുക. അപ്പോഴേക്കും സച്ചി വന്ന് ചന്ദ്രയോട് സംസാരിക്കണം. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? എപ്പോഴും പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ മരുമകളെ ശ്രുതിയെ. ഞാൻ കൊണ്ടുവന്ന മരുമകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്കൊക്കെ വളം വെച്ച് കൊടുത്തില്ലേ? ഇപ്പം എന്താ അവൾ ഒരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്താ വായക്ക് സംസാരം വരുന്നില്ലേ? നിങ്ങളെന്താ വായടക്കി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണോ? പറ. അപ്പം ഇതിനെല്ലാത്തിനും നിങ്ങൾ കൂട്ടു നിൽക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് നിർത്തുന്നുണ്ടോ എന്നവിടെ ഒറ്റ പറച്ചിലാണ്. അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. എടീ, നീ എന്നെയും എൻ്റെ വീട്ടുകാരെയൊക്കെ നീ പറ്റിച്ചു അല്ലേ? നിനക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഇളയച്ചനെ കിട്ടിയത്? ഏതോ ഒരു ഇറച്ചി വെട്ടുകാരനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ മലേഷ്യക്കാരൻ പണക്കാരൻ ഇളയച്ചനാണെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാടി ഞങ്ങളെ പറ്റിക്കാനായിട്ട് തോന്നിയത്? പറയടി എന്നും പറഞ്ഞുകൊണ്ട് ഒരുമ്പിട്ടവളെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കാരണത്തിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതിയോടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ആൻറ്റി ഞാൻ പറയുന്നത് കേൾക്കാൻറ്റി, ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? ഇപ്പം ചെയ്ത് കൂട്ടിയത് മുഴുവൻ എന്താണ് നീ? തെറ്റല്ലേ? എന്നിട്ടും എൻ്റെ മുന്നിൽ കിടന്ന് നീ അഭിനയിക്കുന്നോ? എൻ്റെ മോനെ നീ ചതിച്ചു, എന്നെയും ചതിച്ചു. ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നോ ഞാൻ കൊണ്ടുവന്ന മരുമകളാണ്, അവൾ നല്ലവളാണ്, നല്ല സ്വഭാവമാണ്, അവൾ പണക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ ഒരുപാട് ഞാൻ പുകഴ്ത്തിയിരുന്നു. അപ്പോഴേക്കും രേവതിയും സച്ചിയൊക്കെ വന്ന് പറയുകയാണ്, അമ്മേ ഇപ്പം എങ്ങനെയുണ്ട് അമ്മേ? ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയില്ലേ? എത്ര പ്രാവശ്യം രേവതി അമ്മ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പണമില്ല, അഹങ്കാരി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടില്ലേ? ഇപ്പോൾ അമ്മ കൊണ്ടുവന്ന മരുമകൾ തന്നെ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കേട്ടോടി, അവർ പറയുന്നത് കേട്ടില്ലേ? അവരുടെ മുന്നിൽ ഞാൻ എന്ത് മറുപടി പറയും? നീ ഇത്രയ്ക്കും വലിയൊരു ചതിയത്തിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. നീ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചു. നിനക്ക് വേണ്ടി എല്ലാവരുടെ മുന്നിൽ ഞാൻ സപ്പോർട്ട് നിന്നു, നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു. കുറച്ച് മുമ്പും കൂടി നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചേ ഉള്ളൂ. എൻ്റെ മരുമകൾ ഞാൻ കൊണ്ടുവന്ന മരുമകളാണ്, അവൾ പണക്കാരിയാണ്, അവൾ നല്ലവളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? നാട്ടുകാർ ഇതറിഞ്ഞ
അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയും? ചന്ദ്ര കൊണ്ടുവന്ന മരുമകള് ചതിയത്തിയായിരുന്നു. അവള് കുടുംബത്തെ ഒന്നടക്കം ചതിച്ചു. അവൾക്ക് പണവുമില്ല, പദവിയില്ല, ഒന്നുമില്ല. അവൾ മഹാകള്ളിയായിരുന്നു. എല്ലാവരുടെ മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടേ വരില്ലേടി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ച് തള്ളി താഴെയാണ്. നീ എന്ത് നോക്കി കിടക്കുവാണ്? നീ ഇങ്ങോട്ട് എണീറ്റ് വാടി, നിനക്കിനി ഇവിടെ ഈ വീട്ടിൽ സ്ഥാനമില്ലടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയണ, ഇല്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക ആൻറ്റി എന്ന് പറയാ. അങ്ങനെ സുധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുധി ഒന്ന് പറയ സുധി, എന്നോടൊന്ന് പറഞ്ഞു വിടരുന്ന് പറ സുധി. സുധിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സുധി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രവി പറയണം, നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നോ? അതെ അങ്കിളെ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സുധിയെ, തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. നീ അവനെ ഒരു തരി പോലും സ്നേഹിക്കുന്നില്ല. അങ്ങനെ സ്നേഹിച്ചെന്നുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനൊരു കള്ളത്തരം കാണിക്കില്ലായിരുന്നോ? അവനെ സ്നേഹിച്ച് ഞങ്ങളോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് ഈ കുടുംബത്തിൽ നീ സന്തോഷത്തോടെ കഴിഞ്ഞാനായിരുന്നു. പക്ഷെ നീ അങ്ങനെ ചെയ്തില്ല. ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഓരോ കള്ളത്തരങ്ങളും നീ പറഞ്ഞു കൂട്ടി ശ്രുതി. ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ കൈ ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് പുറത്തേക്ക്, നീ ഇറങ്ങടി പുറത്തേക്ക് എന്ന് പറയണില്ല, ഞാനിവിടെ നിന്ന് പോകില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ല. നിന്നെ ഇറക്കാനായിട്ട് എനിക്കറിയാടി എന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ കൈയൊക്കെ തട്ടി തെറിപ്പിച്ചിട്ട് ശ്രുതിയുടെ കാല് പിടിക്കുകയാണ്. ശ്രുതി, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലെന്ന് പറ ശ്രുതി. ശ്രുതിക്ക് വേണ്ടി ഞാൻ എപ്പോഴും കൂട്ടുന്നിട്ടില്ലേ ശ്രുതി? ശ്രുതി എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? ഞാനും അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പൊ കണ്ടല്ലോ, എൻ്റെ മോന് പോലും നിന്നെ വേണ്ടടി, പിന്നെ നീ എന്തിനാ ഇവിടെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത്? ഇറങ്ങിക്കോളണം ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ വലിച്ചഴച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് എറിയണം. ആ ഗേറ്റിൻ്റെ അവിടെ പോയി ശ്രുതി പോയി വീഴുകയും ചെയ്യാണ്. ശ്രുതിക്ക് ഇനി പെരുവഴി എന്ന രീതിയിൽ തന്നെ അവിടെ ഒരു ഇതാക്കി കൊടുക്കുകയാണ് ചന്ദ്ര. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.